നമുക്കിന്ന് കൊളോയിഡൽ സ്റ്റേറ്റ് കൊളോയിഡ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ കൊളോയിഡ്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ഈ കൊളോയിഡ്സിൻ്റെ സൊല്യൂഷൻസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. സൊല്യൂഷൻസിനെ മൂന്നായിട്ട് തിരിക്കുക എന്തൊക്കെയാണ്? ട്രൂ സൊല്യൂഷൻസ്, കൊളോയിഡ്സ്, സസ്പെൻഷൻ. അപ്പോൾ കൊളോയിഡ് എന്ന് പറയുന്നത് ഈ ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിനെയാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രൂ സൊല്യൂഷൻ? അതിനകത്ത് പാർട്ടിക്കിൾ സൈസ് വളരെ കുറവായിരിക്കും. ട്രൂ സൊല്യൂഷനിൽ അതിനകത്തെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കുറവാണ്, 1 നാനോമീറ്ററിലും കുറവായിരിക്കും. ഈ പാർട്ടിക്കിൾസ് ഒരിക്കലും സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ താഴോട്ട് അടിഞ്ഞുകൂടത്തില്ല. വളരെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലേ. അതുപോലെ ഈ പാർട്ടിക്കിൾസ് വളരെ ചെറുതായതുകൊണ്ട് സാധാ ഫിൽറ്റർ പേപ്പർ കൊണ്ടൊന്നും ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാനും ഒക്കത്തില്ല. ഈ ട്രൂ സൊല്യൂഷൻ്റെ വേറൊരു പ്രത്യേകത എന്താ? ഹോമോജീനിയസ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, യൂണിഫോം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട്, എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. അതുപോലെ അത് ട്രാൻസ്പെറൻ്റ് ആണ്, ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. അതുപോലെ പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടത്തില്ല, സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. അതുപോലെ അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ്, അത് ഹോമോജീനിയസ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇനി സസ്പെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പം സസ്പെൻഷൻ്റെ സൈസ് കൊളോയിഡ്സിൻ്റെ സൈസിനേക്കാളും കൂടുതൽ, എന്നാൽ ട്രൂ സൊല്യൂഷൻ്റെ സൈസ് കൊളോയിഡ്സിൻ്റെ സൈസിനേക്കാളും കുറവ്. അപ്പോൾ കൊളോയിഡ്സ് എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സൈസുള്ളവരാണ് കൊളോയിഡ്സ്. അപ്പം സസ്പെൻഷൻ്റെ സൈസ് എത്രയാണ്? 1000 നാനോമീറ്ററും കൂടുതലുള്ള സൈസുള്ള പാർട്ടിക്കിൾസ് ഉള്ളവരാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേക സൈസ് കൂടുന്തോറും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ അവ സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സസ്പെൻഷനിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് അത് അടിഞ്ഞു കൂടുന്നുണ്ട്. ദേ ക്യാൻ ബി ഫിൽറ്റേർഡ് ബൈ ആൻ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ. വലിയ സൈസായതുകൊണ്ട് ഇവ നമുക്ക് ഓർഡിനറി ഫിൽറ്റർ പേപ്പർ വെച്ച് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇത് ഹെട്രോജീനിയസ് ആണ്, യൂണിഫോം കോൺസെൻട്രേഷൻ അല്ല. അതുപോലെ ഒപ്പേക്കാണ്, ലൈറ്റിനെ കടത്തിവിടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ട്രൂ സൊല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ സോൾട്ട് ഇൻ വാട്ടർ, സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ഇതൊക്കെ പറയാം അല്ലേ. ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, ഇതൊക്കെ ട്രൂ സൊല്യൂഷൻ എക്സാമ്പിളാണ്. പക്ഷേ സസ്പെൻഷൻ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സസ്പെൻഷൻ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ചോക്ക് പൗഡർ ഇൻ വാട്ടർ, ചോക്ക് പൊടി വെള്ളത്തിൽ കലക്കുന്നത്, അതുപോലെ മഡ്ഡി വാട്ടർ, ചെളിവെള്ളം, ഇതൊക്കെ നമുക്കറിയാവുന്ന സസ്പെൻഷനുകളുടെ ഉദാഹരണങ്ങളാണ്. അതുപോലെ അടുത്ത് നമ്മുടെ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് കൊളോയിഡ്സ് ആണ്. ഈ കൊളോയിഡ്സിൻ്റെ പ്രത്യേകത, ഈ പാർട്ടിക്കിളിൻ്റെ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. ഈ പാർട്ടിക്കിൾസ് സാധാരണ രീതിയിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. ഇതിനെ സെൻട്രിഫ്യൂഗ് ഒക്കെ ചെയ്താൽ സെറ്റിൽ ഡൗൺ ചെയ്യത്തുള്ളൂ. സാധാരണ രീതിയിൽ ഇത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഒരിക്കലും സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല കൊളോയിഡ് പാർട്ടിക്കിൾസ്. അതുപോലെ ദേ കനോട്ട് ബി ഫിൽറ്റേർഡ് ബൈ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ. സാധാരണ ഫിൽറ്റർ പേപ്പർ കൊണ്ടൊന്നും ഇവ അരിച്ചു മാറ്റാൻ പറ്റത്തില്ല. ബട്ട് ക്യാൻ ബി ഫിൽറ്റേർഡ് ബൈ അൾട്രാ ഫിൽറ്റേഴ്സ്. പോർ സൈസ് കുറഞ്ഞ ഫിൽറ്റർ പേപ്പർ വെച്ച് മാത്രമേ ഇവയെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കൊളോയിഡ്സ് ആർ ഹെട്രോജീനിയസ് സിസ്റ്റം കണ്ടെയ്നിങ് 2 phases. കൊളോയിഡ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് കൊളോയിഡ്സും ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ യൂണിഫോം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട്, ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ നോൺ യൂണിഫോം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട്. അപ്പോൾ കൊളോയിഡ്സ് ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. ഈ കൊളോയിഡ്സിന് 2 ഫേസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വെച്ചാൽ കുറഞ്ഞ അളവിൽ, കൊളോയിഡ്സിനകത്ത് കുറഞ്ഞ അളവിലുള്ളത് ഡിസ്പേഴ്സ്ഡ് ഫേസും, കൂടിയ അളവിലുള്ളത് എന്തെന്ന് പറയാം, ഡിസ്പേർഷൻ മീഡിയം. നിങ്ങളൊരു സൊല്യൂഷനകത്ത് സൊല്യൂട്ട്, സോൾവെൻ്റ് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിലുള്ളതല്ലേ, സോൾവെൻ്റ് എന്ന് വെച്ചാൽ കൂടിയ അളവിലുള്ളതല്ലേ. അപ്പോൾ സൊല്യൂട്ട് സോൾവെൻ്റോട് ചേരുമ്പോഴല്ലേ സൊല്യൂഷൻ ആവുന്നത്. അതുപോലെ തന്നെ സൊല്യൂട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയാം, സോൾവെൻറ്റിൻ്റെ സ്ഥാനത്ത് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയാം. രണ്ടോട് ചേരുമ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന കണക്ക് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കാം? കൊളോയിഡ് എന്ന് പറയും. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻ മനസ്സിലായില്ലേ? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വെച്ചാൽ സൊല്യൂട്ടിന് തുല്യം, ഡിസ്പേർഷൻ മീഡിയം എന്ന് വെച്ചാൽ സോൾവെൻറ്റിന് തുല്യം. ഇനി ദർ ആർ 8 ടൈപ്സ് ഓഫ് കൊളോയിഡൽ സിസ്റ്റം. കൊളോയിഡൽ സിസ്റ്റം 8 തരമുണ്ട്. അത് ഏതൊക്കെയാണ്? എ ഗ്യാസ് മിക്സ്ഡ് വിത്ത് അനദർ ഗ്യാസ് ഈസ് എ ഫോം ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ കൊളോയിഡൽ സിസ്റ്റം. അപ്പോൾ ഗ്യാസിനകത്ത് മിക്സ് ചെയ്തേക്കുന്ന ടൈപ്പ് ഉണ്ട്. ഗ്യാസ് ഇൻ ഗ്യാസ്,
ഈ ടൈപ്പ് സിസ്റ്റത്തിനെ നമ്മൾ കൊളോയിഡായിട്ട് ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം ഇത് ഹോമോജീനിയസ് സിസ്റ്റമാണ്. ഹെട്രോജീനിയസ് ആണെങ്കിൽ നമ്മൾ കൊളോയിഡ് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ ഗ്യാസ് മിക്സ്ഡ് വിത്ത് അനദർ ഗ്യാസ് ഫോംസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ കൊളോയിഡൽ സിസ്റ്റം. ബാക്കി കൊളോയിഡൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ കുറഞ്ഞ അളവിലുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നു. അതെന്ന് വെച്ചാൽ കൂടിയ അളവിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ കോളം ടൈപ്പ് ഓഫ് കൊളോയിഡ്. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റോട് ചേരുമ്പോൾ സൊല്യൂഷൻ ആകത്തില്ലേ. അതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേർഷൻ മീഡിയയോട് ചേരുമ്പോൾ ഏത് ടൈപ്പ് കൊളോയിഡ്, അതൊരു കൊളോയിഡ് ആവും. അത് ഏത് ടൈപ്പാണ് അതിൻ്റെ പേരാണ് പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ കോളത്തിൽ. നാലാമത്തെ കോളത്തിൽ ഇതിൻ്റെ എക്സാമ്പിൾ ഈ കൊളോയിഡ്സിൻ്റെയൊക്കെ എക്സാമ്പിളാണ് നാലാമത്തെ കോളത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ് തന്നെ ഡിസ്പേർഷൻ മീഡിയമായിട്ട് വരുന്നവരെ നമ്മളെന്തെന്ന് വിളിക്കാം? സോളിഡ് സോൾ എന്ന് വിളിക്കാം. സോളിഡ് ഇൻ സോളിഡ് ടൈപ്പ് ആണെങ്കിൽ അതിനെ സോളിഡ് സോൾ എന്ന് വിളിക്കാം. എക്സാമ്പിൾസ് കളേർഡ് ഗ്ലാസസ്, ജെം സ്റ്റോൺസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സോളിഡ് ഇൻ സോളിഡ്. ഇപ്പോൾ ഗ്ലാസ് അറിയത്തില്ലേ, കളേർഡ് ഗ്ലാസ്, അത് രണ്ട് പദാർത്ഥങ്ങളും സോളിഡാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം സോളിഡാണ്, ചെറിയ അളവിലുള്ളതും വലിയ അളവിലുള്ളതും. ഇപ്പോൾ കളേർഡ് സബ്സ്റ്റൻസ് ചെറിയ അളവിൽ, വലിയ തോനെ എമൗണ്ട് ഗ്ലാസ് കാണും. അതുപോലെ ജെം സ്റ്റോണിനകത്തും കുറഞ്ഞ അളവിലുള്ളതും സ്റ്റോണാണ്, കൂടുതലുള്ള അളവിലുള്ളതും സ്റ്റോണാണ്. അപ്പോൾ സോളിഡിൻ്റെ എക്സാമ്പിളാണ് ഈ രണ്ടെണ്ണം. ഇനി അടുത്ത സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് വെച്ചാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം എന്താണ്? ലിക്വിഡാണ്. കുറഞ്ഞ അളവിൽ സോളിഡും കൂടിയ അളവിൽ ലിക്വിഡും വരുന്നത്. അത് ഏത് ടൈപ്പ് കൊളോയിഡാണ്? സോൾ എന്ന് പറയും. ഇനി അതിന് എക്സാമ്പിൾ പെയിൻറ്റ്സ്, സെൽ ഫ്ലൂയിഡ്സ് എക്സെട്ര. എന്ന് വെച്ചാൽ സോളിഡ് കുറഞ്ഞ അളവിൽ, പെയിൻറ്റിലൊക്കെ ലിക്വിഡല്ലേ കൂടുതൽ, ചെറിയ അളവിലെല്ലാം തരിതരിയായിട്ട് സോളിഡ്സ് ഉണ്ട്. അപ്പം സെൽ ഫ്ലൂയിഡ്സ്, കോശദ്രവ്യങ്ങൾ, ഇതിനകത്തൊക്കെ എന്താണുള്ളത്? കുറഞ്ഞ അളവിൽ സോളിഡും കൂടിയ അളവിൽ ലിക്വിഡും, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡുമാണ്. ഇനി അടുത്തത് എന്താണ്? സോളിഡ് ഇൻ ഗ്യാസ് എന്ന് വെച്ചാൽ കുറഞ്ഞ അളവിൽ സോളിഡ്, കൂടിയ അളവിൽ ഗ്യാസാണ്. എന്ന് വെച്ചാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ്. ഈ ടൈപ്പ് കൊളോയിഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എയ്റോസോൾ ഓഫ് സോളിഡ് എന്ന് വിളിക്കുന്നു. അപ്പം ഡിസ്പേർഷൻ മീഡിയം ഏതാണ് ഇവിടെ? ഗ്യാസാണ് അല്ലേ. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം ഗ്യാസാണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡാണ്. അപ്പോൾ ഈ ടൈപ്പ് കൊളോയിഡിനെ നമ്മൾ എയ്റോസോൾ ഓഫ് സോളിഡ് എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സ്മോക്ക്, ഡസ്റ്റ് എക്സെട്ര. അപ്പോൾ സ്മോക്ക്, ഡസ്റ്റ് ഒക്കെയാണ് എന്തിന് എക്സാമ്പിൾ? ഏത് ടൈപ്പ് കൊളോയിഡാണിത്? എയ്റോസോൾ ഓഫ് സോളിഡ്. ഇനി അടുത്തത് ലിക്വിഡ് ഇൻ സോളിഡ്, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡുമായിട്ട് വരുന്നതാണ് ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ്. ഇതിന് എക്സാമ്പിൾ ജെല്ല്. ഇത് ഏത് ടൈപ്പാണ് വരുന്നത്? ജെല്ല്. അപ്പോൾ ലിക്വിഡ് ഇൻ സോളിഡ് എന്ന് വെച്ചാൽ കുറഞ്ഞ അളവിൽ ലിക്വിഡ്, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും കൂടിയ അളവിൽ സോളിഡുമാണ്. അപ്പോൾ കൂടിയ അളവിൽ സോളിഡും കുറഞ്ഞ അളവിൽ ലിക്വിഡും ഉണ്ടെങ്കിൽ അതിന് ഏത് ടൈപ്പ് കൊളോയിഡാണ്? ജെല്ലെന്ന് പറയും. അപ്പോൾ നമുക്കറിയാമല്ലോ, ജെല്ലി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ചീസ്, ബട്ടർ, ജെല്ലി സബ്സ്റ്റൻസ്, ഇതിനകത്തൊക്കെ കൂടിയ അളവിൽ സോളിഡാണുള്ളത്. അതുകൊണ്ട് കട്ടിയിരിക്കും. കുറഞ്ഞ അളവിൽ അതെന്താണ്? ലിക്വിഡായിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു അത്ര കട്ടിയല്ല, എന്നാൽ തീരെ കട്ടി കുറവല്ല അല്ലേ, ഒരു ജെല്ലി നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് സോളിഡിൻ്റെ സബ്സ്റ്റൻസ് കൂടുതലുണ്ടായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അതിരിക്കുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്. രണ്ട് ഫേസും ലിക്വിഡാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡാണ്, ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡാണ്. ഇങ്ങനെയുള്ള ടൈപ്പ് കൊളോയിഡ്സിനെ നമ്മൾ എമൽഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ മിൽക്ക്, ഹെയർ ക്രീം, കോഡ് ലിവർ ഓയിൽ എക്സെട്ര. അപ്പോൾ രണ്ട് ഫേസും, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എമൽഷൻ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ മിൽക്ക്, ഹെയർ ക്രീം, കോഡ് ലിവർ ഓയിൽ എക്സെട്ര. ഇനി അടുത്തത് ലിക്വിഡ് ഇൻ ഗ്യാസ്, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ നമ്മളതിനെ എയ്റോസോൾ ഓഫ് ലിക്വിഡ് എന്ന് വിളിക്കുന്നു. നേരത്തെ എയ്റോസോൾ ഓഫ് സോളിഡ് കണ്ടില്ലായിരുന്നോ? അവിടെയും ഡിസ്പേർഷൻ മീഡിയം എന്തുവാ? ഗ്യാസ്. ഇവിടെ എയ്റോസോൾ ഓഫ് ലിക്വിഡ് എന്ന് പറയുമ്പോഴും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസാണ്. ഇതിനകത്ത് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പം ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആകുമ്പോഴാണ് ഇതിനെ എയ്റോസോൾ എന്ന് വിളിക്കുന്നത്. രണ്ടും എയ്റോസോളാണ്. അതിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണെങ്കിൽ അതിനെ എയ്റോസോൾ ഓഫ് സോളിഡ് എന്ന് പറയുന്നു. ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആണെങ്കിൽ അതിനെ എയ്റോസോൾ ഓഫ് ലിക്വിഡ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേസ് എക്സെട്ര. അപ്പോൾ ഇതിനകത്തൊക്കെ ഫോഗിനകത്ത്, മിസ്റ്റിനകത്തൊക്കെ എന്തോ കൂടുതലുള്ളത്? ഗ്യാസ് അല്ലേ. കുറഞ്ഞ അളവിലുള്ളത്
ലിക്വിഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ എന്ത് വിളിക്കുന്നു? എയറോസോൾ ഓഫ് ലിക്വിഡ്, ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇനി അടുത്തത് ഗ്യാസ് ഇൻ സോളിഡ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ്, ഡിസ്പെർഷൻ മീഡിയം സോളിഡ്, ഇങ്ങനെ വരുന്നവയെ നമ്മൾ സോളിഡ് ഫോം എന്ന് വിളിക്കുന്നു. കട്ടിയായിട്ട് നിങ്ങൾക്കറിയാമല്ലോ റബ്ബർ പത, അത് നല്ല സോളിഡായിട്ടിരിക്കുകയുണ്ടെന്നാൽ അതിനകത്ത് ഗ്യാസ് ഉണ്ട്. അപ്പം ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് ആണ്, ഡിസ്പെർഷൻ മീഡിയം സോളിഡാണ്. ഇങ്ങനെ വരുന്ന ടൈപ്പ് കൊളോയിഡ്സ് സോളിഡ് ഫോം എന്ന് പറയുന്നു. എക്സാമ്പിൾ പ്യൂമിക് സ്റ്റോൺ, ഫോം റബ്ബർ എക്സെട്ര. അപ്പോൾ പ്യൂമിക് സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോണിനകത്തൊക്കെ ഇടയ്ക്ക് ഗ്യാസ് ഉണ്ട്. അപ്പം ഗ്യാസുകൾ ട്രാപ്ഡായിട്ടുണ്ട്. അതുപോലെ ഫോം റബ്ബർ പതയ്ക്കകത്തൊക്കെ എന്തുണ്ട്? ഗ്യാസ് ട്രാപ്ഡായിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പെർഷൻ മീഡിയം സോളിഡുമായിട്ട് വരുന്നവയാണ് സോളിഡ് ഫോം. എക്സാമ്പിൾ പ്യൂമിക് സ്റ്റോൺ, ഫോം റബ്ബർ എക്സെട്ര. ഇനി അടുത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ്, ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡ്, ഇങ്ങനെ വരുന്നവയെ ഫോം എന്ന് മാത്രം പറയുന്നു. അപ്പം ജസ്റ്റ് പതയെന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിനകത്ത് നമ്മൾ പതപ്പിക്കത്തില്ലേ, സോപ്പൊക്കെ പതപ്പിക്കത്തില്ലേ, അപ്പോൾ അത് പതയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാസ് ബബിൾ കയറുന്നതല്ലേ ലിക്വിഡിനകത്ത്. അപ്പം ലിക്വിഡ് അല്ലെങ്കിൽ കൂടിയ അളവിലുള്ള ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയുന്ന ലിക്വിഡ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഗ്യാസ്, ഇങ്ങനെ വരുന്നവയാണ് എന്തെന്ന് പറയുന്നത്? ഫോം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഫ്രോത്ത് പത തന്നെ, വിപ്ഡ് ക്രീം, സോപ്പ് ലാദർ എക്സെട്ര. ഇപ്പം നമ്മൾ ക്രീം വിപ്പ് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ ക്രീം പതപ്പിക്കത്തില്ലേ, സോപ്പ് പത, അങ്ങനെയുള്ള സാദാ പത, അങ്ങനെ ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോം എന്ന് വിളിക്കുന്നു. ഇത് ഏത് ടൈപ്പ് കൊളോയിഡാണ്? ഫോം. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഡിസ്പെർഷൻ മീഡിയം, കൊളോയിഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഡിസ്പെർഷൻ മീഡിയം അല്ലെങ്കിൽ കൂടിയ അളവിലുള്ള ഡിസ്പെർഷൻ മീഡിയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊളോയിഡ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എയറോസോൾ. അപ്പോൾ എയറാണ് കൂടിയ അളവിലുള്ളെങ്കിൽ അതിനെ നമ്മൾ എയറോസോൾ എന്ന് വിളിക്കുന്നു. വാട്ടറാണ് കൂടിയ അളവിലുള്ളത്, അതിനെ നമ്മൾ ഹൈഡ്രോസോൾ എന്ന് വിളിക്കുന്നു. ആൽക്കഹോളാണ് കൂടിയ അളവിലുള്ളതെങ്കിൽ അതിനെ ആൽക്കോസോൾ എന്ന് വിളിക്കുന്നു. ബെൻസീനാണ് കൂടിയ അളവിലുള്ളത്, അതിനെ ബെൻസോസോൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പേര് അവസാനിക്കുന്ന സോളല്ലേ. അപ്പോൾ എയർ ആയാലും ബാക്കിയുള്ളതെല്ലാം ഈ പറഞ്ഞ എല്ലാം ലിക്വിഡ്സ് അല്ലേ, അല്ല ഇതെല്ലാം ഫ്ലൂയിഡ്സ് അല്ലേ. അപ്പം എയറും പാർട്ടിക്കിൾസ് സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഫ്ലോ, അവയല്ലേ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. എയർ, വാട്ടർ, ആൽക്കഹോൾ, ബെൻസീൻ, ഇതെല്ലാം ഫ്ലൂയിഡ്സ് ആണ്. അപ്പം ഇവയെല്ലാം പേര് അവസാനിക്കുന്നത് സോളിലാണ്. എയർ ആണെങ്കിൽ എന്ത് പറയും? എയറോസോൾ. വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോസോൾ. ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കോസോൾ. ബെൻസീൻ ആണെങ്കിൽ ബെൻസോസോൾ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? ബേസ്ഡ് ഓൺ ദി ഡിസ്പെർഷൻ മീഡിയം. അപ്പോൾ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കാണും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊളോയിഡിനെ അടുത്തത് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദി അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം, കൊളോയിഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ലയോഫിലിക് അല്ലെങ്കിൽ സോൾവെൻറ്റ് ലവിങ് എന്ന് പറയാം, ലയോഫോബിക് അല്ലെങ്കിൽ സോൾവെൻറ്റ് ഹേറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അട്രാക്ഷനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ രണ്ടായിട്ട് തിരിക്കാം? ലയോഫിലിക് സോൾവെൻ്റ് എന്നും ലയോഫോബിക് സോൾവെൻ്റ് എന്നും പറയാം. അപ്പം ബേസ്ഡ് ഓൺ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം, കൊളോയിഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്. എന്തൊക്കെയാണ്? ലയോഫിലിക് അല്ലെങ്കിൽ സോൾവെൻറ്റ് ലവിങ്, ലയോഫോബിക് അല്ലെങ്കിൽ സോൾവെൻറ്റ് ഹേറ്റിംഗ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞായിരുന്നു സൊല്യൂട്ട് സോൾവെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്താൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് സൊല്യൂട്ട്, ഡിസ്പെർഷൻ മീഡിയം സോൾവെൻ്റ് ആണെങ്കിൽ ഈ സൊല്യൂട്ട് സോൾവെൻറ്റിനെ ലൈക്ക് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ലയോഫിലിക് എന്ന് പറയാം. സൊല്യൂട്ടിന് സോൾവെൻറ്റിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ലയോഫിലിക് എന്ന് പറയാം. സൊല്യൂട്ടിന് സോൾവെൻറ്റിനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ വെറുക്കുന്നു അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്നു, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലയോഫോബിക് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് 2 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഇഫ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം ഈസ് സ്ട്രോങ്, ഇറ്റ് ഈസ് കോൾഡ് ലയോഫിലിക് സോൾ. അപ്പോൾ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിൽ സ്ട്രോങ് അട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ലയോഫിലിക് സോൾ എന്ന് വിളിക്കുന്നു. ഫിലിക് മീൻസ് ലവിങ് അല്ലെങ്കിൽ അട്രാക്റ്റിംഗ് അല്ലേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം സ്ട്രോങ് ആണെങ്കിൽ നമ്മളതിനെ ലയോഫിലിക് സോൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ഗം, ജലാറ്റിൻ, സ്റ്റാർച്ച്, റബ്ബർ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലയോഫിലിക് കൊളോയിഡ്സ്. ഇത് സ്യൂട്ടബിൾ ഡിസ്പെർഷൻ മീഡിയത്തിൽ, ഇതൊക്കെ ഏത് ഡിസ്പെർഷൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്പെർഷൻ മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ആ മീഡിയത്തിനെ അല്ലെങ്കിൽ ആ സോൾവെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യും.
If the force of attraction between dispersed phase and dispersion medium is weak, it is called lyophobic solid. നമ്മൾ പറഞ്ഞില്ലേ സൊല്യൂട്ട് സോൾവെൻ്റ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെ എന്താ വിളിക്കുന്നത്? ലയോഫോബിക് സോൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആഴ്സനിക് സൾഫൈഡ്, സൾഫർ സോൾ, മെറ്റൽ സോൾ, ഗോൾഡ് സോൾ, സിൽവർ സോൾ എക്സെട്ര. ആഴ്സനിക് സൾഫൈഡ് സോൾ, സൾഫർ സോൾ, മെറ്റൽ സോൾസ് ഏതൊക്കെ എക്സാമ്പിൾസ്? ഗോൾഡ് സോൾ, സിൽവർ സോൾ, ഇതൊക്കെ മെറ്റൽ സോൾസ് ആണ്. അപ്പോൾ ഇത്രയാണ് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ദി ഡിസ്പെർഷൻ ബിറ്റ്വീൻ കൊളോയിഡ്സ്. മൂന്നാമത്തത് ബേസ്ഡ് ഓൺ ദി അട്രാക്ഷൻ ബിറ്റ്വീൻ